നാളെ ഇന്ത്യയുടെ പാർലമെന്റായ ലോക്സഭയിൽ വഖഫിൻ്റെ അമെൻഡ് ചെയ്ത്, പിന്നെ പാർലമെന്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു, ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ ചേർത്ത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ നിർദ്ദേശിച്ച സംഭവം രാജ്യസഭയിൽ പാസ്സായി. അത് ലോക്സഭയിൽ വരുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും കൃത്യമായിട്ട് ഈ ബില്ല് പാസ്സായിട്ടങ്ങ് പോകും. അതായത് ഇൻ പ്രാക്ടിക്കൽ നാളെ മുതൽ, അതായത് ലോക്സഭ പാസ്സായി പിന്നെ പ്രസിഡന്റ് സൈൻ ചെയ്താൽ മതി, ഈ വഖഫ് എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ ഇല്ലാതായി. അതാണ് ഇൻ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ടത്. വഖഫ് ലാൻഡ് ഇല്ലാതായി, വഖഫ് ബോർഡ് ഇല്ലാതായി. വഖഫുമായി ബന്ധപ്പെട്ട് പാളയം ഇമാം നടത്തിയ പ്രസംഗമുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇവിടെ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും ഇവരൊക്കെ പറയുന്ന വഖഫ് ലാൻഡിനെ പറ്റിയൊക്കെ ഈ പുല്ലെല്ലാം ഇല്ലാതായി. ഇന്ത്യയിൽ വഖഫ് ബോർഡുകൾ, അത് പിന്നീട് പല ആൾക്കാരും കോടതിയിൽ പോകും. കാരണം വഖഫ് ബോർഡിനെതിരെ, കാരണം ഇങ്ങനെ വഖഫ് ഈ സംഭവം ബില്ലില്ലാതായി, പിന്നെ ഈ ബോർഡിന് ഗവൺമെൻറ് ഇത്രയും പണം കൊടുത്ത് ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, ഇവർക്ക് പല ആൾക്കാർക്കും ഈ ക്യാബിനറ്റിൻ്റെ മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റിൻ്റെ പദവി. വഖഫ് ബോർഡ് ചെയർമാൻ ഈ പറയുന്ന സംഭവങ്ങൾ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസും ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തിട്ടാണ്, അതായത് നമ്മുടെ ടാക്സിൽ നിന്ന് പണം എടുത്തിട്ടാണ് വഖഫ് ബോർഡൊക്കെ റൺ ചെയ്യുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെതിരെ കോടതിയിൽ പോയി കഴിയുമ്പോൾ അതും ഇൻ ടെക്നിക്കൽ അതും ഇല്ലാതാവും. കാരണം ഏത് കോടതിയാണ് പറയുന്നത് ഇങ്ങനെ ബില്ല് പാസ്സായി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അമെൻഡ് ചെയ്തു, ഇതിന് ഗവൺമെൻറ് കലക്ടർക്കാണ് പരമാധികാരം, വഖഫ് ബോർഡിന് അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കലായിട്ട് ഈ ഒരു കോടതിയും ഈ വഖഫ് ബോർഡിനെ പിന്നെ അംഗീകരിക്കത്തില്ല. നാച്ചുറലായിട്ട് അതിനെ അങ്ങ് പിരിച്ചുവിടും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ചെറിയൊരു ഹിസ്റ്ററി, കാരണം മുൻപ് ഇഷ്യൂ ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ടെടുക്കാം. ഗവൺമെൻറ് ആദ്യം ബില്ല് കൊടുക്കും, അതിഭയങ്കരമായ എതിർപ്പ് കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൊണ്ടുവന്നു. പിന്നീടാണ് ഈ ഭരിക്കുന്ന BJPക്ക് മനസ്സിലായത് ഇത് അവരുടെ കയ്യിൽ കിട്ടിയ ഏറ്റവും വലിയൊരു വെപ്പണാണ്. പ്രതിപക്ഷ പാർട്ടികളെ ഒതുക്കുക, അല്ല പാർട്ടികളുടെ അകത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടിക്കകത്തും ഇത് ബഹളം ഉണ്ടാകും ഇന്റേണലി. അതുകൊണ്ട് ഇത് പാർലമെന്ററി പാർട്ടിയും അതേപോലെ തന്നെ ജോയിന്റ് JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയൊക്കെ അന്വേഷണം നടത്തി ഇത് ഇന്ത്യയിൽ മുഴുവനും ഡിസ്കസ് ചെയ്തു. മഹാരാഷ്ട്ര ഇലക്ഷനെ ബാധിച്ചു, പിന്നീട് ഇന്ത്യയിൽ നടന്ന മിഡ് ടൈം ഇലക്ഷൻ ലോക്സഭയ്ക്ക് ശേഷം ഇത് എല്ലായിടത്തും കയറി ബാധിച്ചു. ഇൻക്ലൂഡിങ് കർണാടകയെ കയറി ബാധിച്ചു, തമിഴ്നാടിനെ ബാധിച്ചു, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഈ വഖഫ് ലാൻഡ് കയറി ബാധിച്ചു. ഇതോടുകൂടി ഇന്ത്യയിലെ പ്രതിപക്ഷം ഏകദേശം ഡിസ്മാൻഡിൽ ചെയ്തുപോയി, ഡീറെയിൽഡ് ആയിപ്പോയി, എങ്ങോട്ട് പോകണമെന്ന് അറിയാതായിപ്പോയി. അവസാനം മുനമ്പം ഇഷ്യൂ കേരളത്തിൽ ഇഷ്യൂ കയറി വന്നു. അത് നമ്മുടെ മുമ്പിലുള്ള ക്ലാസ് എക്സാമ്പിളുണ്ട്. അവിടെയാണ് മുസ്ലിം പ്രീണനം എന്ന് പറയാത്ത പ്രതിപക്ഷമാണെങ്കിൽ ഈ കോൺഗ്രസ് ആണെങ്കിൽ CPM-ൻ്റെ അകത്തും കൃത്യമായിട്ട് വിസിബിളായിട്ട് കയറി വന്നു. അവിടെ ക്രൈസ്തവരും കേരളത്തിലെ ഹിന്ദുക്കളും ക്രൈസ്തവരും പ്രത്യേകിച്ച് കാത്തലിക് സഭ ഒരു തീരുമാനം എടുക്കുന്നു. KCBCയുടെ തീരുമാനം വന്നു, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഡൽഹി അവരുടെ തീരുമാനം വന്നു. ഇത് ആദ്യമില്ലായിരുന്നു ഈ സംഭവം. ഇവിടെ ബേസിക്കലി BJPയുടെ കേന്ദ്രം ഭരിച്ചവർ അവർ കൃത്യമായിട്ട് എറിഞ്ഞു കൊടുത്തു. ഇവരിതേ കയറി കടിച്ചു. ഇത് ഡിസ്മാൻഡിൽ ചെയ്യുക മാത്രമല്ല, കോൺഗ്രസിനകത്ത് കേരളത്തിൽ ഇതേപോലെ UDF ഒരു ഇഷ്യൂ നേരിട്ടിട്ടില്ല. കാരണം ക്രൈസ്തവരാണ് ബേസിക്കലി UDF-നെ, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നെടും തൂണും വോട്ട് ചെയ്ത് കയറ്റത്. അതായത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിലാണ് ഇവർ വരുന്നത്. അതിനകത്ത് മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്നത് നേർക്ക് നേരെ ഇഷ്യൂ ആയി. മുനമ്പ് ഇഷ്യൂ ഒരു പേരിന് കയറി വന്ന ഈ ഇന്റർനാഷണൽ ഇസ്രായേൽ ഗാസ ഈ സംഭവത്തിൽ കൂടെ കയറി വന്ന്, അതേപോലെ ഇസ്ലാമിക ടെററിസം, ഇതിലെല്ലാവരും കൂടെ സംഭവം ഇത് കയറി വരികയും കാത്തലിക് സഭയുടെ തീരുമാനം വരികയും കോൺഗ്രസ് പാർട്ടിക്കകത്ത് നാളെ ഉണ്ടാകാൻ പോകുന്ന ബില്ലിനകത്ത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർ ഓഫ് പാർലമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും ഇന്ത്യൻ പാർലമെന്റിൽ. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് കേരളത്തിൽ.
മുസ്ലിം ലീഗ് എം പിമാർ സംസാരിക്കും. പക്ഷെ അവസാനം ബില്ലിന്റെ വോട്ടിങ്ങിനൊക്കെ വരാൻ നേരത്ത് കോൺഗ്രസ് അത് ബോയ്ക്കോട്ട് ചെയ്യും. കാരണം അതിനെ എതിർത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നവരെ മുഴുവനും കേരളത്തിൽ തോൽപ്പിക്കും. അതായത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആ ബെൽറ്റിലുള്ളവർ തോൽപ്പിക്കും. ഇതോട് കോൺഗ്രസിന്റെ ഈ 2026 അധികാരത്തിൽ വരാം, ഇത് മുഴുവനും മാറും. ഇൻക്ലൂഡിങ് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് കോൺസ്റ്റിറ്റ്യുവൻസി വരെ പ്രശ്നം ഉണ്ടാവും. അതായത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ്, തലമുണ്ട കിട്ടിയ അടിയാണ് ഈ വഖഫും മുനമ്പും. അതോടുകൂടി ഈ പാർട്ടിക്കകത്തുള്ള ക്രൈസ്തവർ, പ്രത്യേകിച്ച് കാത്തലിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉള്ളവർ, അവരൊരു തീരുമാനത്തിലോട്ടങ്ങ് എത്തും. കാരണം ഒരു ഈ ബിഷപ്സ് പറഞ്ഞിട്ട്, ബിഷപ്പ് കൗൺസിലും CBCM കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും ഇന്ത്യയൊക്കെ പറഞ്ഞിട്ട് കാത്തലിക്സിൻ്റെയും ക്രിസ്ത്യൻസിൻ്റെയും വോട്ടിൽ ജയിക്കുന്ന അവരത് തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത് ഈ പറയുന്ന കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളെയും, പഞ്ചായത്ത് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ എല്ലാവരെയും ബാധിക്കും. ഇപ്പൊ IB ഈഡൻ ഈ സുപ്രിയ മറ്റേ പൃഥ്വിരാജിന്റെ വൈഫായിട്ട് ചേർന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ താഴെ ഞാനിത് കണ്ടു ഫേസ്ബുക്കിൽ. ഒരൊറ്റ ഒരാളും IB ഈഡനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം IB ഈഡൻ മനസ്സിലാക്കിയ താങ്കളുടെ അവസാന ടൈമാണ് ഈ ഇലക്ഷൻ. താങ്കൾ ഈ എറണാകുളം MP എന്ന് പറയും, താങ്കൾ ഇനി അവിടെ ജയിക്കാൻ പോകുന്നില്ല. കാരണം താങ്കളെ പോലെ ചതി കാണിച്ച, പ്രത്യേകിച്ച് ലാറ്റിൻ കമ്മ്യൂണിറ്റി, താങ്കൾക്ക് ഇത്രമാത്രം സപ്പോർട്ട് ചെയ്ത ഒരു കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായിട്ടും ഒറ്റിക്കൊടുത്തവനാണ് നീ. നിന്നെ ഈ കമ്മ്യൂണിറ്റി വെറുതെ കൊടുക്കുന്നത്. തൻ്റെ പിതാവ് കൊണ്ടുവന്ന എല്ലാ ഇമേജും, താങ്കളുടെ പെണ്ണുപിടുത്തവും ഈ സംഭവങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അതുപോലും ഇഗ്നോർ ചെയ്തിട്ട് താങ്കളെ വിജയിപ്പിച്ചു. ഇതോടുകൂടി താങ്കളുടെ രാഷ്ട്രീയം, അതായത് കോൺഗ്രസ് രാഷ്ട്രീയം, താങ്കളുടെ പാർലമെന്ററി രാഷ്ട്രീയവും ഈ പറയുന്ന മുനമ്പം ഇഷ്യൂരോടുകൂടി നിന്റെ തീർന്നു കിട്ടും, പൂർണ്ണമായിട്ടും തീർന്നു കിട്ടും. ഞാനത് ഗ്യാരണ്ടി പറയും. നിനക്കിനി രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയൊന്നുമില്ല. ആ രീതിയിലാക്കിയെടുക്കും. കാരണം നിനക്കത് അർഹിക്കുന്നത്. കാരണം അത്രമാത്രം വൃത്തികെട്ടവൻ കൂടിയാണ് IB നീ ചെയ്തിരിക്കുന്നത്. നിന്നെ ഒരിക്കലും നമ്പാൻ കൊള്ളത്തില്ല എല്ലാ രീതിയിലും. പല ആൾക്കാർ ഓരോ ഇഷ്യൂ വരുമ്പോഴാണ് ഓരോ ആൾക്കാരെ മനസ്സിലാകുന്നത്. ഇതേപോലെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ VD സതീശനെ മനസ്സിലാക്കി. അയാളുടെ കോൺസ്റ്റിറ്റ്യൂൻസി അതിൻ്റെ അടുത്ത് നടക്കുന്ന ഇഷ്യൂ ആണ് ഈ സംഭവം. അയാളെയും തുറന്നു കാട്ടി. എറണാകുളത്തെ കോൺഗ്രസ് MLA മാര്, കോൺഗ്രസ് നേതാക്കൾ, അവരെയും തുറന്നു കാട്ടി. ഇതാണ് മുനമ്പം ഇഷ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിനെ മുഴുവനായിട്ട് അൺഫോൾഡ് ചെയ്ത് കൊടുത്തു. എന്നാൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നവരാണ് കാത്തലിക്, ഇവിടുത്തെ ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി. അവരെ പൂർണ്ണമായിട്ടും പ്രീണനത്തിൻ്റെ പേരിൽ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ മാറി. അതാണ് കോൺഗ്രസിന് തലക്കടി കിട്ടിയ ഇഷ്യൂ ആണ് മുനമ്പം. ഉറപ്പായിട്ടും കേരളത്തിലെ ക്രൈസ്തവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഈ കോൺഗ്രസിനെ ഇനി ഫ്യൂച്ചറിൽ അവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കാരണം അതിഭയങ്കരമായിട്ട് മുസ്ലിം പ്രീണനത്തിൻ്റെ പേരിലും അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന ക്രൈസ്തവർ ഒരു ഇൻട്രസ്റ്റ് പോലും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതാണ് കുടിപ്പാടം അതായത് ജീവിക്കാനുള്ള ഒരു മനുഷ്യന്റെ ലാൻഡ്. അതിനെതിരെ പോലും കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വന്നതോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് എക്സ്പോസായി, UDF എക്സ്പോസായി, കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജും ഈ പറയുന്ന PJ ജോസഫിന്റെ പാർട്ടിയും ജോസ് കെ മാണി എക്സ്പോസായി. അവിടെയാണ് CPI കളിച്ച ഉട്ടുക്കലത്തെ ഗെയിം. അവരുടെ MP മാരോടൊക്കെ പറയാം, ഒരു MP ഉള്ളൂ. അവർ ഈ പാർലമെന്റ് 4 ദിവസം പങ്കെടുക്കും. ഇതിൽ പാർട്ടിയുടെ നാഷണൽ കോൺഗ്രസ്സുകാരെ കാണുന്നത് കൃത്യമായിട്ട് CPI പിടികിട്ടി. ഈ സംഭവം ഇവരുടെ കയ്യിലൊന്നും നിൽക്കാൻ പോകുന്ന ഇഷ്യൂ അല്ല. ഇവിടെയാണ് കോൺഗ്രസ് പെട്ടത്. ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പായി, മുനമ്പ് ഇഷ്യൂയോടുകൂടി കേരളത്തിലുള്ള ക്രൈസ്തവർക്ക്, ഹിന്ദുക്കൾക്കും കോൺഗ്രസ് പാർട്ടിയെ UDFനെ വ്യക്തമാക്കി തന്നതിന് എൻ്റെ നല്ല നമസ്കാരം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങളോടൊരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ വീഡിയോ റൺ ചെയ്തു ഈ വീഡിയോയുടെ അവസാനം. അപ്പം അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം ബാങ്കുകളുടെ ചില ലിമിറ്റ്, അതേപോലെ GPay, Google Pay, UPIയുടെ ചില ലിമിറ്റ്. അപ്പം അതൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട്
പുതിയ അക്കൗണ്ടും ഡീറ്റെയിൽസും അതേപോലുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ടാവുകയില്ല. വിദേശത്തുള്ളവർക്ക് കറണ്ട് അക്കൗണ്ടിൽ അയക്കാനുള്ള ബുദ്ധിമുട്ട് അത് മാറ്റിയിട്ട് പേഴ്സണൽ അക്കൗണ്ട് വേണ്ടി തരുന്നുണ്ട്. കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഓരോ രൂപയ്ക്കും അക്കൗണ്ടബിൾ ആണ് ഞാൻ ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അജണ്ട ഒറ്റ സംഭവമേ ഉള്ളൂ. കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മീഡിയ സംസ്കാരം, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മതതീവ്രവാദ വിഭാഗക്കാർക്ക് വേണ്ടി ഇവിടുത്തെ ചാനലുകളും മീഡിയയും അവർ ഗെയിം കളിക്കുകയാണ്. നമ്മൾ മനോരമയുടെ കേസെടുത്ത് നോക്കുക, എന്താണ് ഇത് സംഭവിച്ചത്? മനോരമയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് സംഭവം ഉണ്ടായത്. അപ്പം നമുക്കിത് പൊളിച്ചേ മതിയാവത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ കൂടെ സഹകരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഹായം 1 രൂപയാണെങ്കിലും അത് ബോണ്ടേജ് ആയിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വരാൻ പോകുന്ന സമയത്ത് ഇതൊരു 24 hours ന്യൂസ് ചാനലായിരിക്കും. നാഷണൽ പൊളിറ്റിക്സ്, നാഷണൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ റീജിയണൽ കാര്യങ്ങൾ, ഇന്ത്യയുടെ ഓരോ ഭാഗത്തെയും കാര്യങ്ങൾ, ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ്. ഇപ്പം നല്ല കുറച്ച് ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്കിങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, ക്രൗഡ് ഫണ്ടിങ്. ഒരു സ്പോൺസറും ഇല്ല, ഒരു അഡ്വർടൈസേഴ്സും ഇല്ല, ജനങ്ങളാണ് ഫണ്ട് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയൊരു സംഭവം ഇന്ത്യയിലായിട്ട് മാറും. നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം, 10-30 വർഷം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം നല്ല ആൾക്കാർ, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ദേശീയതയുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ. അതായത് നമ്മൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ കാണിക്കുന്ന മീഡിയ സംസ്കാരത്തെ നമ്മൾ പൊളിച്ചടക്കും ഇതിനെ തോലച്ചയാളായി. അപ്പം നിങ്ങൾ സഹകരിക്കുക. നല്ല ആൾക്കാരുണ്ടെങ്കിൽ തന്നെ, അതായത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതായിരിക്കും. അതായത് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം, ഇത് പഠിക്കണം, മനസ്സിലാക്കണം, എങ്ങനെ ചെയ്യണം. അതായത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം, 1-2 കാര്യങ്ങൾ പറയും. ഇപ്പം നല്ലൊരു റിപ്പോർട്ടിംഗ് ഉണ്ടായി, ഒരു സംഭവത്ത് പോയി റിപ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഒരാളെ പറഞ്ഞു വിടുക, ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യുക, ഇതിനൊക്കെ എക്സ്പെൻസ് ഉണ്ട്. നല്ല റിസർച്ച് ടീം ഉണ്ടാകണം. അപ്പം ഇതിന് പറ്റിയ പഴയ പോലെ ചാനൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തതിന് നല്ല ആൾക്കാരെ എടുക്കണം, നല്ല ടാലൻസിന് പണം കൊടുക്കണം. അതൊരിക്കലും ഫ്രീ ആയിരിക്കത്തില്ല. മോശമായ ടാലൻസിന് അത്രയും പണം കൊടുത്താൽ മതി. നല്ല ടാലൻസിന് പണം കൊടുത്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ എടുക്കുക. എനിക്കറിയാവുന്ന പല ടീമംഗങ്ങളുണ്ട് എൻ്റെ കൂടെ, തെഹൽക്കയിലും മറ്റു പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്ത് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഇതിന് പല മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ കൂടെ ഇത് പോകുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തുവാന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ സഹകരിക്കുന്നതിന് വളരെ നന്ദി. ഫർദർ നിങ്ങളുടെ എല്ലാ സഹകരണം ഇതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായിട്ടും വളരെ സ്നേഹത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നു.